നമസ്കാരം. ആത്മീക യാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആത്മീക യാത്ര എന്ന ഈ ചാനലിലൂടെ നമ്മൾ ഒരുപാട് ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളെക്കുറിച്ചും സ്വിച്ച് വേർഡുകളെക്കുറിച്ചും ഏഞ്ചൽ നമ്പറുകളെക്കുറിച്ചും താന്ത്രികങ്ങളെക്കുറിച്ചും പരിഹാര മാർഗങ്ങളെക്കുറിച്ചും എല്ലാം കണ്ടുവരുന്നുണ്ട്. പലർക്കും പല വിധത്തിലുള്ള മാറ്റങ്ങൾ ഇതുപോലുള്ള ഏഞ്ചൽ നമ്പറുകളും സ്വിച്ച് വേർഡുകളും ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളും എല്ലാം ഉപയോഗിച്ച് നോക്കി കിട്ടിയിട്ടുണ്ട് എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷം. അതുപോലെ തന്നെ ചിലരെങ്കിലും പറയുന്നുണ്ട്, ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു നോക്കി, ഒരുപാട് പരിഹാരങ്ങൾ ചെയ്തു നോക്കി, ഒരുപാട് ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ ചെയ്തു നോക്കി, പക്ഷേ യാതൊന്നും തന്നെ ഇതുവരെയും ഫലം തന്നിട്ടില്ല എന്ന് പറയുന്നവർ ഒരു കാര്യം മനസ്സിലാക്കുക. എല്ലാവർക്കും എല്ലാ പരിഹാര മാർഗങ്ങളും അനുയോജ്യം ആകണമെന്നില്ല. അതുകൊണ്ട് തന്നെ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. നമ്മൾ ഏതെങ്കിലും ഒരു ചെറിയ കാര്യങ്ങളാണ് മനസ്സിൽ കരുതിക്കൊണ്ട് ഇതുപോലുള്ള ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ ആദ്യം ചെയ്തു തുടങ്ങുന്നത് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അതിനുള്ള ഫലം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. പിന്നീട് നിങ്ങളുടെ മനസ്സ് പരിപൂർണമായും ഇതുപോലുള്ള മെത്തേഡുകളിലും അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിലും വിശ്വാസം അർപ്പിക്കുകയാണെങ്കിൽ മാത്രം തുടർന്ന് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഇതുപോലുള്ള ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഫലം ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത്, ഈ ഒരു പരിഹാരം അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് യോജിക്കുന്നില്ല, ഞങ്ങൾക്കിത് ചെയ്താൽ ഫലം കിട്ടുന്നില്ല എന്നിരിക്കെ നിങ്ങൾ വേറെ ഏതെങ്കിലും മെത്തേഡുകൾ ശ്രമിച്ചു നോക്കുക. ഏതൊരു കാര്യങ്ങളാണെങ്കിലും തുടർച്ചയായി ചെയ്താൽ മാത്രമേ അതിനുള്ള ഫലം നമ്മളിലേക്ക് എത്തിച്ചേരുകയുള്ളൂ എന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുവാൻ പോകുന്ന കാര്യം എന്തെന്നാൽ, 11 ദിവസം നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം നമ്മുടെ മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ട് ഞാൻ ഇവിടെ പറയുന്ന രീതിയിൽ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്തു നോക്കുക. തീർച്ചയായും 11 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. നമ്മുടെ എല്ലാ വീഡിയോകളിലൂടെയും പറയുന്നത് പോലെ അത് പണം സംബന്ധിച്ചുള്ള കാര്യങ്ങളാണെങ്കിലും ആരോഗ്യം സംബന്ധിച്ചുള്ള കാര്യങ്ങളാണെങ്കിലും തൊഴിൽ തടസ്സങ്ങൾ മാറിക്കിട്ടുവാനാണെങ്കിലും അല്ല ജോലി സ്ഥലത്തെ പ്രശ്നങ്ങൾ മാറിക്കിട്ടുവാനാണെങ്കിലും വിദേശത്തേക്ക് പോകുവാനുള്ള ആഗ്രഹങ്ങളുണ്ട് എന്നിരിക്കലും അല്ലെങ്കിൽ ആഗ്രഹിച്ച ആളെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുള്ളതാണെങ്കിലും അത് എന്തും തന്നെ ആയിക്കോട്ടെ, ഞാൻ ഇവിടെ പറയുന്ന ഈ രീതിയിൽ നിങ്ങൾ ചെയ്തു നോക്കുകയാണെങ്കിൽ 11 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുകയോ അതല്ലെങ്കിൽ ആ കാര്യത്തിലേക്ക് വേണ്ട പോസിറ്റീവായിട്ടുള്ള ആ ഒരു ഉത്തരം നിങ്ങൾക്ക് വന്നു ചേരുകയോ ചെയ്യും. ഉദാഹരണത്തിന് വിവാഹം എന്നെല്ലാം പറയുന്നത് 11 ദിവസത്തിനുള്ളിൽ നടക്കുവാൻ സാധ്യത വളരെ കുറവാണ്. പക്ഷേ നിങ്ങൾക്ക് ഇതുവരെയും ആ കാര്യത്തെക്കുറിച്ച് വീട്ടിൽ ഒരു തീരുമാനം പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന വ്യക്തികളിൽ നിന്ന് ഒരു പോസിറ്റീവായിട്ടുള്ള ബദൽ വന്നിട്ടില്ല എന്നെല്ലാം പറയുകയാണെങ്കിൽ ഈ ഒരു മെത്തേഡ് നിങ്ങൾ പ്രയോഗിച്ച് നോക്കുന്നതിലൂടെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അവർ പോസിറ്റീവായിട്ടുള്ള ഒരു ഉത്തരം തരുവാൻ ഒരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ തൊഴിലിന് അപേക്ഷിച്ചിരിക്കുകയാണ്, ഒരു നല്ല ജോലിക്കായിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നെല്ലാം പറയുന്നവരുണ്ടെങ്കിൽ ആ ജോലിയുടെ ഒരു പോസിറ്റീവായിട്ടുള്ള ഫലം നിങ്ങളെ തേടി എത്തുവാനും സാധിക്കുന്നതായിരിക്കും. ഇനി പണം സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്, ഞങ്ങൾക്ക് കുറച്ച് തുക ആവശ്യമുണ്ട്, ഇപ്പോൾ 15-ാം തീയതി ആകുമ്പോഴേക്കും നമുക്ക് ബാങ്കിൽ ലോൺ കിട്ടുവാനുള്ള ആ ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്, ചോദിച്ച സ്ഥലത്ത് നിന്നൊന്നും തന്നെ യാതൊരുവിധ മറുപടിയും നമുക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല, ആ പണം എന്നിലേക്ക് എത്തിച്ചേരുമോ എന്ന് എനിക്ക് വിശ്വാസവുമില്ല എന്ന് പറയുന്നവരുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിനോടൊപ്പം ഈ ഒരു കാര്യങ്ങൾ കൂടി ചെയ്തു നോക്കുക. തീർച്ചയായും നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ എന്താണ് ആ കാര്യമെന്ന് നോക്കാം. അതിനു മുന്നേ ഇതെപ്പോഴാണ് ചെയ്യേണ്ടത് എന്നും നോക്കാം. ഈ ഒരു മെത്തേഡ് പ്രയോഗിക്കാനായിട്ടുള്ള ഏറ്റവും ഉത്തമമായ സമയം എന്ന് പറയുന്നത് രാവിലെ ബ്രഹ്മമുഹൂർത്ത സമയമാണ്. അതായത് ഒരു 3:30 മുതൽക്ക് 5 മണി വരെയുള്ള ഏതൊരു സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് പ്രയോഗിച്ച് നോക്കാവുന്നതാണ്. ഇതിനായിട്ട് കുളിക്കണമെന്നോ പൂജാമുറിയിൽ കയറണമെന്നോ അതല്ല നമുക്ക് ശുദ്ധമായതിനു ശേഷം മാത്രമേ ഇത് ചൊല്ലാൻ പാടുകയുള്ളൂ എന്നൊന്നും തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഈവൻ പീരിയഡ് സമയമാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് പ്രയോഗിച്ച് നോക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾ ഇപ്പോഴാണ് അല്ലെങ്കിൽ ഇന്നാണ് കാണുന്നതെങ്കിൽ നാളെ മുതൽക്ക് നിങ്ങൾ ഇത് ചെയ്യാവുന്നതാണ്. അതിനായി നമ്മൾ ആദ്യം നമ്മുടെ ഫോണിൽ ഒരു 3:30-ക്ക് ശേഷം 5 മണി വരെയുള്ള സമയത്ത് നമ്മൾ അലാറം സെറ്റ് ചെയ്ത് വെക്കുക. അങ്ങനെ ഈ സമയത്ത് നമ്മൾ എപ്പോഴാണ്, ഒരു 4 മണി ആയിക്കോട്ടെ, 4:15 ആയിക്കോട്ടെ, 4:30 ആയിക്കോട്ടെ, ഏതൊരു സമയം വേണമെങ്കിലും ആ സമയത്ത് നമ്മൾ ഉണരുക. ഉണർന്ന ഉടൻ തന്നെ കൈയും കാലും മുഖവും കഴുകണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ മാത്രം അങ്ങനെ ചെയ്യുക. പക്ഷേ ഇതിന് അതുപോലെ ഒന്നും തന്നെ നിർബന്ധമില്ല. എങ്കിലും നിങ്ങൾ കൈയും കാലും മുഖവും കഴുകിയതിനു ശേഷം താഴെ തറയിൽ ഇരിക്കുക. തറയിൽ ഇരിക്കുമ്പോൾ നമ്മുടെ നട്ടെല്ല് നിവർന്നിരിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് നമ്മുടെ കണ്ണുകൾ പതുക്കെ അടയ്ക്കുക. പതുക്കെ അടച്ച് നമ്മുടെ 2 കൈയും നമ്മൾ എങ്ങനെയാണോ ധ്യാനത്തിലിരിക്കുന്നത് അതുപോലെ നമ്മുടെ 2 കൈകളും വയ്ക്കുക. അതിനുശേഷം പതുക്കെ നമ്മുടെ ശ്വാസം പുറത്തേക്ക് വിടുകയും അതുപോലെ തന്നെ വളരെ പതുക്കെ നമ്മുടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ചെയ്യുക.
ഇങ്ങനെ ഒരു 10 തവണയോ 15 തവണയോ നമ്മുടെ സമയത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതിനുള്ളിൽ തന്നെ നമ്മുടെ ആഗ്രഹം എന്താണോ അത് നമ്മുടെ മനസ്സിൽ കരുതിയിട്ടുണ്ടാകണം. അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ ഉദാഹരണത്തിന് സാമ്പത്തിക പ്രശ്നങ്ങൾ, നിങ്ങൾക്ക് ഈ 11 ദിവസത്തിനുള്ളിൽ ഒരു 5 ലക്ഷം രൂപ കിട്ടുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ പണം നമുക്ക് കിട്ടിയാൽ നമ്മുടെ പ്രശ്നങ്ങൾ ഏകദേശം മാറിക്കിട്ടും എന്നിരിക്കെ നിങ്ങൾ ആദ്യം ഈ 5 ലക്ഷം രൂപ എനിക്ക് തന്നനുഗ്രഹിച്ചതിന് നന്ദി പ്രപഞ്ചമേ എന്ന് 11 തവണ പറയാവുന്നതാണ്. ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന 11 തവണ എന്ന് പറയുന്നത് കുറഞ്ഞ സമയമാണ്, അല്ലെങ്കിൽ കുറഞ്ഞ പ്രാവശ്യമാണ്. നിങ്ങൾക്ക് എത്ര നേരം വേണമെങ്കിലും ഈ ഒരു വാക്ക് നിങ്ങളുടെ മനസ്സിൻ്റെ ആ ഒരു ഉപബോധ മനസ്സിൽ ആ ഒരു ചിന്ത എത്ര നേരം നിങ്ങൾക്ക് പിടിച്ചു നിർത്തുവാനായിട്ട് സാധിക്കുന്നുവോ അത്രയും നേരം നിങ്ങൾക്ക് ഇത് പറയുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇങ്ങനെ പറയാം. അതല്ല, നമ്മൾ ആദ്യമായിട്ടാണ് ഇതുപോലുള്ള മെത്തേഡുകൾ ചെയ്തു നോക്കുന്നത് എങ്കിൽ നിങ്ങൾ ഉദാഹരണത്തിന് എനിക്കൊരു 10,000 രൂപ എനിക്ക് ആവശ്യമാണ് എന്ന് പറയുക, അല്ലെങ്കിൽ ഒരു 1000 രൂപയോ 2000 രൂപയോ, ഇങ്ങനെ ചെറിയ തുകയിൽ നിന്ന് നമുക്ക് ആരംഭിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കിട്ടണമെന്നാണ് പ്രാർത്ഥിക്കുന്നത് എങ്കിൽ കടം എന്നുള്ള വാക്ക് ഉപയോഗിക്കാതിരിക്കുക. നമുക്ക് എത്ര രൂപയാണോ ആവശ്യം ആ തുക ഈ പ്രപഞ്ചം നമ്മളിലേക്ക് എത്തിച്ചതിന് നമ്മൾ നന്ദി പ്രകടിപ്പിക്കുക. ഇങ്ങനെ നിങ്ങൾ ഏത് കാര്യം വേണമെങ്കിലും, ഉദാഹരണത്തിന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയുമായിട്ട് വിവാഹം നടക്കണമെന്നിരിക്കെ ഞാൻ ആഗ്രഹിക്കുന്ന ആ വ്യക്തിയുടെ പേര് തന്നെ പറയാവുന്നതാണ്. അവരുമായി വിവാഹം നടത്തി തന്നതിന് നന്ദി പ്രപഞ്ചമേ, അല്ലെങ്കിൽ അവരുമായി വിവാഹം നടന്നു കിട്ടിയതിന് നന്ദി പ്രപഞ്ചമേ. അതുമല്ല, നമ്മൾ ആഗ്രഹിച്ച തൊഴിലാണെങ്കിൽ ഞാൻ ആഗ്രഹിച്ച ഈ ജോലി എനിക്ക് ലഭിച്ചതിന് നന്ദി പ്രപഞ്ചമേ. അതുപോലെ തന്നെ വേറെ ഏത് കാര്യമാണെങ്കിലും, ഇപ്പോൾ ആരോഗ്യത്തെക്കുറിച്ചാണെങ്കിൽ ഞാൻ ആരോഗ്യവാനായിരിക്കുന്നു, അല്ലെങ്കിൽ ആരോഗ്യവതിയായിരിക്കുന്നു, നന്ദി പ്രപഞ്ചമേ എന്നിങ്ങനെ നിങ്ങൾക്ക് എത്ര നേരം പറയുവാൻ സാധിക്കുമോ അത്രയും നേരം പറയുക. കുറഞ്ഞത് ഒരു 11 തവണയെങ്കിലും നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. ഇത് രാവിലെ ബ്രഹ്മമുഹൂർത്ത സമയത്ത് തന്നെ പറയാവുന്നതാണ്. ഇത് ഓരോ പ്രാവശ്യം നിങ്ങൾ പറയുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിറവേറി കിട്ടിയതിൻ്റെ ആ ഒരു സന്തോഷത്തോടു കൂടി തന്നെ ഈ പ്രപഞ്ചത്തോട് നിങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുവാനായിട്ടും ഈ കാര്യങ്ങളെക്കുറിച്ച് പ്രപഞ്ചത്തിൽ പതിപ്പിക്കുവാനായിട്ടും ശ്രമിക്കുക. നിങ്ങൾ ഓരോ തവണയും ഉറച്ച വിശ്വാസത്തോടു കൂടി നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങളിലേക്ക് എത്തിച്ചേർന്നു എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചം നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടെത്തിക്കുന്നതായിരിക്കും. അതല്ലാതെ വിശ്വാസമില്ലാതെ, ഒരു തരി പോലും എനിക്ക് വിശ്വാസമില്ല, വെറുതെ ഒന്ന് ചെയ്തു നോക്കാം എന്നുള്ള ആ ഒരു ധാരണ കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എങ്കിൽ ഒരിക്കലും നിങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങളിലേക്ക് തിരിയരുത്. നമ്മുടെ ആവശ്യങ്ങൾ അത് എന്താണെങ്കിലും, ഒരു വീടായിക്കോട്ടെ, വാഹനമായിക്കോട്ടെ, വിദേശ യാത്രയായിക്കോട്ടെ, ജോലി ആയിക്കോട്ടെ, അതുപോലെ തന്നെ പണമായിക്കോട്ടെ, ഇങ്ങനെ എന്തും തന്നെ ഈ പ്രപഞ്ചം നമ്മളിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും. പക്ഷെ അത് എന്തു തന്നെയാണെങ്കിലും ആ കാര്യങ്ങൾ ചോദിക്കേണ്ട രീതിയിൽ തന്നെ ചോദിക്കുക. അതിനുള്ള മറുപടിയും ഈ പ്രപഞ്ചം നമ്മളിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും. ഇങ്ങനെ 11 ദിവസം നിങ്ങൾ തുടർച്ചയായി ഏത് കാര്യത്തെക്കുറിച്ചാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ കാര്യത്തെക്കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക, ആ കാര്യത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചു കൊണ്ടിരിക്കുക. അങ്ങനെയാകുമ്പോൾ ഈ 11 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ ആഗ്രഹിച്ചത് എന്തും നിങ്ങളിലേക്ക് എത്തിച്ചു തരും ഈ പ്രപഞ്ചം. പക്ഷെ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു, 2-ാം ദിവസമോ 3-ാം ദിവസമോ ഞങ്ങൾ ആഗ്രഹിച്ച കാര്യം നടത്തി തന്നു ഈ പ്രപഞ്ചം എന്ന് പറയുകയാണെങ്കിലും നിങ്ങൾ 11 ദിവസം തുടർച്ചയായി ആ കാര്യം ചെയ്തു തന്നതിന് ഈ പ്രപഞ്ചത്തോട് ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുക. ഇനി വീണ്ടും വേറെ ഏതെങ്കിലും ഒരു ആഗ്രഹം നിറവേറി കിട്ടുവാനായിട്ട് ഇതുപോലെ പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരാഴ്ച സമയം ഗ്യാപ്പ് കൊടുത്തതിനു ശേഷം വീണ്ടും നിങ്ങൾക്ക് ഇതുപോലെ ആവർത്തിക്കാവുന്നതാണ്. ഇത് രാവിലെ ചെയ്യുന്നത് മുഖാന്തരം പെട്ടെന്ന് തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ ഈ പ്രപഞ്ചത്തിലേക്ക് എത്തിച്ചേരുകയും ആ കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ ഈ പ്രപഞ്ചം നമ്മളിലേക്ക് എത്തിച്ചു തരികയും ചെയ്യുന്നതായിരിക്കും. ഒന്ന് ശ്രമിച്ചു നോക്കുക, തീർച്ചയായും ഫലം നമ്മളെ തേടി വരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ, സ്വിച്ച് വേർഡുകൾ, ഏഞ്ചൽ നമ്പറുകൾ എന്നിവയെക്കുറിച്ചെല്ലാം കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണ. ഓം നമോ വെങ്കടേശായ നമഃ.